പഴനിമലയിലെ മുരുകനെ സംബന്ധിച്ച് അതിപ്രധാനപ്പെട്ട ഒരു അറിവ് നിങ്ങൾക്കായിട്ട് പറയുകയാണ്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഈ വിഷയം അറിയാമായിരിക്കും, എന്നിരുന്നാലും അറിയാത്തവർക്കായിട്ട് ഇത് സമർപ്പിക്കുന്നു. പഴനിമലയിലെ മുരുകന്റെ വിഗ്രഹത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലായിട്ട് ഒരു ദണ്ടുണ്ട്. ആ ദണ്ടിൽ ഒരു തത്ത വിരാജിക്കുന്നുണ്ട്. തത്ത ദണ്ടിൽ എങ്ങനെ വന്നു എന്നതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ കഥയാണ് നിങ്ങൾക്കായിട്ട് അറിയിക്കുന്നത്. തീവ്ര മുരുക ഭക്തനായിട്ടുള്ള അരുണഗിരിനാഥൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ കാലത്ത് അരുണഗിരിനാഥനോട് അസൂയാലു ആയിട്ടുള്ള ഒരു കവിയും ഉണ്ടായിരുന്നു. ആ കവിയുടെ പേര് സമ്പന്താണ്ടൻ എന്നായിരുന്നു. അരുണഗിരിനാഥനോട് പ്രതികാരം ചെയ്യാൻ സമ്പന്താണ്ടൻ തീരുമാനിച്ചു. അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുകയായിരുന്നു. പ്രഭു ദേവരായൻ എന്നൊരു രാജാവായിരുന്നു ആ ദേശം വാഴ്ന്നിരുന്നത്. രാജാവിനോട് അരുണഗിരിനാഥനോട് പറഞ്ഞാൽ പാരിജാതം ദേവലോകത്ത് നിന്ന് കൊണ്ടുവരുമെന്ന് പറയുകയുണ്ടായി. രാജാവിന്റെ അപ്രീതിക്ക് പാത്രമാകാൻ അരുണഗിരിനാഥന് അവസരമൊരുക്കിയായിരുന്നു ഈ കവിയുടെ ഉദ്ദേശം. ഇപ്രകാരം സമ്പന്താണ്ടന്റെ വാക്കുകേട്ട് പ്രഭുദേവരായൻ അരുണഗിരിനാഥനോട് ദേവലോകത്ത് നിന്ന് പാരിജാതം കൊണ്ടുവരാനായിട്ട് കൽപ്പിച്ചു. ദേവലോകത്ത് പോയി വരുന്നതിന് ഒരു സമയക്രമം നിശ്ചയിക്കുകയും ചെയ്തു. സാധാരണ മനുഷ്യർക്ക് സാധ്യമാകാത്ത ഒരു സമയക്രമമായിരുന്നു അത്. എന്നാൽ അരുണഗിരിനാഥനാകട്ടെ യോഗവിദ്യയെ അറിയാവുന്നതായിരുന്നു. അരുണഗിരിനാഥൻ തന്റെ ജീവനെ ഒരു തത്തയുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുകയും തന്റെ ഉടലാകട്ടെ തിരുവണ്ണാമല ക്ഷേത്രത്തിന് മുകൾ വശത്ത് ക്ഷേത്ര ഗോപുരത്തിന്റെ മുകളിലായി കിടത്തിയിട്ടാണ് തത്തയിൽ അദ്ദേഹം പ്രവേശിച്ചത്. എന്നിട്ട് ദേവലോകം തത്തയുടെ ശരീരത്തിൽ കയറി ദേവലോകത്തേക്ക് പറക്കുകയുണ്ടായി. അവിടെ ചെന്ന് പാരിജാത പുഷ്പത്തെ സ്വീകരിച്ചുകൊണ്ട് തിരികെ വന്നു എന്നാണ്. ചതിക്കാൻ അവസരം പാർത്തിരുന്ന സമ്പന്താണ്ടനാകട്ടെ അരുണഗിരിനാഥന്റെ ഉടൽ കത്തിച്ചു കളഞ്ഞു. തത്തയുടെ രൂപത്തിൽ ഭൂലോകത്തേക്ക് മടങ്ങിയെത്തിയ അരുണഗിരിനാഥൻ തന്റെ ഉടൽ കണ്ടെത്താനാകാതെ വിഷമിച്ചു. തന്റെ ഭക്തനായിട്ടുള്ള അരുണഗിരിനാഥൻ വിഷമിക്കുന്നത് കണ്ടിട്ട് സാക്ഷാൽ മുരുകൻ തത്തയെ തന്നിലേക്ക് എടുത്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അദ്ദേഹത്തിന്റെ ദണ്ടിൽ സർവകാലവും വിരാജിക്കുവാനുള്ള അവസരം നൽകി എന്നാണ്. നിങ്ങൾ ഇനി പഴനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കവിശ്രേഷ്ഠനും ജ്ഞാനിയുമായിട്ടുള്ള അരുണഗിരിനാഥനെ കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടും മുരുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം.